നവംബർ 22 സമൃദ്ധി മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. സമൃദ്ധി എന്റെ ഹസ്ബൻഡിന്റെ ചേട്ടന്റെ മോളാണ്. എല്ലാ കൊല്ലവും ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കാറുണ്ടെങ്കിലും ഇപ്രാവശ്യം അവളുടെ ബർത്ത്ഡേ കുറച്ച് അധികം ഗ്രാൻഡ് ആക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഈ ഡെക്കറേഷനൊക്കെ അവളുടെ അനിയത്തി അച്ചുവിന്റെ പണിയാണ് കേട്ടോ. കംപ്ലീറ്റ് പ്ലാനും അച്ചുവിന്റെ ആയിരുന്നു. ഞങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് കൊടുത്തു മാത്രം. ഈ കക്ഷിയാണ് കേട്ടോ അച്ചു, ദ സൂത്രധാര ഓഫ് ദ പ്രോഗ്രാം. അപ്പൊ ഈ റൂം ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റംസും എല്ലാം വാങ്ങിച്ചത് അവള് തന്നെയാണ്. കംപ്ലീറ്റ് പ്ലാനും അവളുടെ ആയിരുന്നു. ബർത്ത്ഡേക്കാരിക്ക് വെക്കാനുള്ള ക്യാപ്പ്, ബലൂൺസ്, തോരണങ്ങൾ എല്ലാം സെലക്ട് ചെയ്തത് അച്ചുമോള് തന്നെയായിരുന്നു. സമൃദ്ധി മോളുടെ ഈ ഡ്രസ്സ് ഞങ്ങളുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ബർത്ത്ഡേ ഡ്രസ് ഒക്കെ ഇട്ട് അവൾ സുന്ദരിയായിട്ട് വന്നതിന് ശേഷം ഞങ്ങൾ ഫോട്ടോ സെഷനിലേക്ക് കടന്നു. നെക്സ്റ്റ് കേക്ക് റിവീലിംഗ് ആയിരുന്നു കേട്ടോ. കേക്ക് കണ്ടതും സമൃദ്ധി മോള് ഭയങ്കര ഹാപ്പിയായി. കാരണം അവൾ ഇതൊന്നും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. അങ്ങനെ സമൃദ്ധി മോള് കേക്ക് കട്ട് ചെയ്തു. ആദ്യത്തെ പീസ് അവൾ അവളുടെ അമ്മയ്ക്ക് കൊടുത്തു. പിന്നെ അച്ചമ്മ, അച്ചു, എനിക്ക്, ഹസ്ബൻഡിന്, അങ്ങനെ എല്ലാവർക്കും അവൾ കേക്ക് കൊടുത്തു. ഞങ്ങൾ അവൾക്ക് തിരിച്ചും കൊടുത്തു. അങ്ങനെ അവൾ പ്രതീക്ഷിക്കാതെ അവൾക്ക് ഒത്തിരി ഹാപ്പിനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പറ്റി. ഞങ്ങൾ നല്ല ഹാപ്പിയായി. ബിക്കോസ് ഈ ഒരു പ്ലാൻ അച്ചു നമ്മളുടെ അടുത്ത് പറയുമ്പോൾ എത്രമാത്രം വർക്കൗട്ട് ആവുന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. കാരണം ഞങ്ങൾ എന്ത് കള്ളത്തരം കാണിക്കാൻ നോക്കിയാലും സമൃദ്ധി അത് കയ്യോടെ പൊക്കാറുണ്ട്. പിന്നെ ഗിഫ്റ്റ് എല്ലാവരും കൊടുത്തു. അവളുടെ അമ്മയും അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തു. അമ്മ കൊടുത്തപ്പോഴേക്കും അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അവൾ ഹഗ്ഗൊക്കെ ചെയ്തു അമ്മേനെ. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. വിഭവ സമൃദ്ധമായിരുന്നു കേട്ടോ ഫുഡ്. അതിനുശേഷം പിന്നെ സമ്പതിമോളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് പായസം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ പായസം കുടിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എല്ലാവരും കൊടുത്ത ഗിഫ്റ്റ് എന്താണെന്ന് ഓപ്പൺ ചെയ്യായിരുന്നു. അവളുടെ അമ്മ അവൾക്ക് സ്കെച്ച് പെന്നും കമ്മല്, മാല, ബ്രേസ്ലെറ്റ് ഇതൊക്കെയാട്ടോ കൊടുത്തത്. അച്ചു അവൾക്ക് 3 ഗിഫ്റ്റോളം കൊടുത്തിരുന്നു. ഒന്ന് ഈ ബ്യൂട്ടിഫുൾ കാർഡ്, ഇത് അച്ചു ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ കുറെ അധികം ചോക്ലേറ്റ്സ് അവൾക്ക് കൊടുത്തു. പിന്നെ ലാസ്റ്റ് ആയിട്ട് കൊടുത്ത ഗിഫ്റ്റ് ആണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാവയായിരുന്നു. കണ്ടാൽ തന്നെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു പാവ. പിന്നെ അതിന്റെ കൂടെ തലയിലിടാനായിട്ടുള്ള സ്ക്രഞ്ചി പോലെയുള്ള ഒരു സാധനം. അങ്ങനെ സമൃദ്ധി മോള് പ്രതീക്ഷിച്ചതിന് അപ്പുറം അടിപൊളിയായിട്ടുള്ള ഒരു ബർത്ത്ഡേ അവൾക്ക് കിട്ടി. അവള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവള് ഹാപ്പി ആയതുകൊണ്ട് ഞങ്ങൾ ഹാപ്പിയായി. ഞങ്ങളുടെ പ്ലാൻ വർക്ക്ഔട്ട് ആയതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷം തോന്നി. അപ്പൊ ഇത്രയാണ് അവൾക്ക് കിട്ടിയ ഗിഫ്റ്റ്. അപ്പൊ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ.